ശ്രീവേണു മോഹൻ, മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇടവേള ബാബു, ബാബുരാജ്, ഒപ്പം സിദ്ദിഖ്, എല്ലാവരും ഇപ്പോൾ ക്രിമിനൽ മുകേഷ് എല്ലാവരും ഇപ്പോൾ നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതായത് മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ അവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത്രയ്ക്ക് ഭയക്കുന്നത് എന്തിനാണ്? അല്ല, ഇപ്പം അത് തീർച്ചയായിട്ടും വേണമല്ലോ. അല്ല, അത് ഒരു കാര്യം, ഒരു നിയമപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, നിയമത്തിൻ്റെ പ്രൊസീജിയർ എന്താണ്, നിയമത്തിൻ്റെ വശങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അത് ഏതൊരു ഇതിപ്പോൾ ഇതിൽ മാത്രമല്ലോ, ഏതൊരു ഇഷ്യൂവിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഒരു നിയമത്തിലേക്ക് കടന്ന് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ അത് കൃത്യമായ നിയമവശങ്ങൾ കൃത്യമായി അതിൻ്റെ ഒരു പ്രൊസീജിയർ കൃത്യമായി ചെയ്യേണ്ടത് തന്നെയല്ലേ? അത് ചെയ്യാതിരിക്കേണ്ടതല്ലോ, അത് ചെയ്യേണ്ടതാണ്. ആ ഒരു സത്യമായ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ആരാണെങ്കിലും തീർച്ചയായും അത് അതിപ്പോൾ രണ്ട് സൈഡ് ഞാൻ പറഞ്ഞ ഇപ്പം പരാതി പറയുന്നവരായാലും കുറ്റാരോപിതരായാലും രണ്ടുപേരും അത് സത്യം എന്താണെന്ന് പുറത്തു വരാൻ രണ്ടുപേരും അത് നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, ഈ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായതിനു ശേഷമാണ് WCC എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ആ സംഘടനയാണ് ഹേമ കമ്മിറ്റി എന്ന ഒരു കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് ഇപ്പോൾ പുറത്തു വന്ന സ്ഫോടനാത്മകമായ വിവരങ്ങളുള്ള റിപ്പോർട്ടിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. WCCയിലെ അംഗങ്ങൾ ഇപ്പോഴും AMMAക്ക് പുറത്തു നിൽക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ ശ്രീവേണു മോഹൻ? അല്ല, ഇപ്പം WCC ആണെങ്കിലും അമ്മയാണെങ്കിലും FEFK ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് തോട്ട് എന്താണ്? നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സിനിമ സംബന്ധമായ സംഘടനകളാണ് ഞാൻ പറഞ്ഞത്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അഭിനയിക്കുന്നവരാണ്, അതേപോലെ പ്രായമായവരുണ്ട്, അതുപോലെ എൻ്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ആൾക്കാരുടെ എല്ലാം ഒരു വെൽഫെയർ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ, അവർക്കൊരു സപ്പോർട്ടാണ് എല്ലാ സംഘടനകളും, അല്ലേ? നമ്മൾ ഈ എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. ഇപ്പം WCCയിലുള്ളവരായാലും എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരാണ്, അവരോട് സംസാരിക്കാറുള്ള ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആരോടും ഞാനൊരു വിരോധം കാണിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് മിണ്ടാതിരിക്കുന്ന ഒരാളല്ല. എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എന്നെ അറിയാവുന്നവർക്ക് ഞാൻ അത്രയും സൗഹൃദത്തിൽ ഉറപ്പായിട്ടും അല്ല, ഞാൻ പറഞ്ഞത് നമ്മളുടെ ഇപ്പം അസോസിയേഷനിലേക്ക്, അമ്മയിലേക്ക് അവർക്ക് വരണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ജനറൽ ബോഡിയിൽ പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതിനൊരു അതോറിറ്റി, എപ്പോഴും ഒരു സംഘടനയുടെ അതോറിറ്റി അതിൻ്റെ ജനറൽ ബോഡിയാണ്, അതിൻ്റെ ഒരു പരമാധികാരമുള്ളത് ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിലുള്ള ഒരു അഭിപ്രായം, കാരണം നമ്മുടെ അമ്മയിൽ അംഗങ്ങളായിട്ടുള്ളവർ തന്നെയായിരുന്നു ഇതിൽ, ഈ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളവർ തന്നെയാണ്. ഇതിൽ നിന്ന് വേറിട്ട് പോയി അവർ ചെയ്തു. ഇപ്പം ഈ തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു, സാഹചര്യങ്ങൾ വന്നു. തീർച്ചയായിട്ടും ഈ ഒരു റിപ്പോർട്ട് വന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു കാര്യം, ഈ റിപ്പോർട്ട് വന്നതിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഇതിൽ സത്യം എന്താണ്, അസത്യം എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയപ്പെടണം. ആ തരത്തിലുള്ള ഒരു ഫൈറ്റാണ് ഇപ്പം നടക്കുന്നത്. അപ്പം അത് തീർച്ചയായിട്ടും അതിൽ സത്യം പുറത്തു വരിക. കാരണം കുറ്റം ചെയ്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടുകയും വേണം, കുറ്റം ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അമ്മയിലേക്ക് വരണമെങ്കിൽ അതവർക്ക് തിരിച്ചു വരാനായിട്ടോ, അതോടൊപ്പം തന്നെ അവരിൽ പലരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ടാലന്റ് എത്രമാത്രമാണ് എന്നുള്ളത് നമ്മൾ പുറത്തു നിൽക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രീ വിനുമോഹൻ അടക്കമുള്ള, അനന്യ അടക്കമുള്ളവരുടെയൊക്കെ നിങ്ങൾ യുവാക്കളുടെ ഒരു പ്രതികരണം കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഹോപ്പ് തോന്നുന്നത്. കാരണം വലിയ താരങ്ങളൊന്നും മിണ്ടാത്തപ്പോഴാണ് നിങ്ങളൊക്കെ ധൈര്യത്തോടെ വന്ന് നിലപാട് പറയുന്നത്. പൃഥ്വിരാജ് ആയാലും ടൊവി ആയാലും ഒക്കെ, ടൊവിനോ തോമസ് ആയാലും ഒക്കെ. അപ്പോൾ യുവതലമുറ അല്ലെങ്കിൽ യുവതാരങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരണം എന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു പുതുക്കം അതുകൂടി വേണ്ടേ ഒരു പൊളിച്ചെഴുത്തിലേക്ക് തയ്യാറാകുന്ന ഒരു ജനറൽ ബോഡി വിളിക്കുന്ന ഒരു ഘട്ടത്തിൽ? അല്ല, അത് തീർച്ചയായിട്ടും ജനറൽ ബോഡിയുടെ തീരുമാനമാണ്. പക്ഷേ നമുക്ക് എല്ലാ സമയങ്ങളിലും നമുക്ക് പുതിയ ആൾക്കാർ, പുതുമുഖങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമുക്കിപ്പം നിവിനൊക്കെ നിവിൻ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടൊവി ഇരുന്നിട്ടുണ്ട്, ഉണ്ണി ഇരുന്നിട്ടുണ്ട്. ഉണ്ണിയൊക്കെ 2-3 കമ്മിറ്റികളായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ തോന്നുന്നു എനിക്ക് 2008 ആയപ്പോഴാണ് ഞാൻ ഈ അസോസിയേഷനിൽ അംഗമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനൊരു കമ്മിറ്റി വരുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ വരുന്നത് ഏതൊരു സംഘടനയെ സംബന്ധിച്ചും, ഇപ്പം അമ്മ എന്ന് മാത്രമല്ല ഏതൊരു സംഘടനയെ സംബന്ധിച്ചും പുതിയ ആൾക്കാർ വരുന്നത് പുതിയ ആശയങ്ങൾ
ആശയങ്ങൾ വരുന്നത് ആ സംഘടനയുടെ വളർച്ച തന്നെയാണ്. അതിൻ്റെ കെട്ടുറപ്പും വളർച്ചയും കൂടുതലാണ്. ഇപ്പം നമ്മളൊരു 2 മാസമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മിറ്റി ഇരുന്നിട്ടുള്ളത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പുതിയ കുറേ ആശയങ്ങൾ നമ്മളിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മളൊരു നൃത്തത്തിൻ്റെ ശില്പശാല പോലൊരു കാര്യം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, പബ്ലിക്കിലുള്ള കുട്ടികളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ ഫോം ചെയ്തു. അതിൽ ലാലേട്ടനായാലും മമ്മൂക്കയായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ നടത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടന അഭിനേതാക്കളോ അല്ല നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പുറത്തുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടിയും കൂടെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അക്കാഡമിക്കൽ ലെവലിലും ഒക്കെ തുടങ്ങാൻ പുതിയൊരു ആശയമായിരുന്നു. അത് നമ്മുടെ ബൈലോളോട് കരണം ഒരു ആശയമായിട്ട് അത് വരികയും അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയതുമാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നതും. പക്ഷേ ഇനിയും വരുന്ന കമ്മിറ്റിയിലാണെങ്കിലും ഇതേപോലെ പുതിയ തലമുറ ഉണ്ടാവും, പുതിയ ആൾക്കാരുണ്ടാവും, പുതിയ ആശയങ്ങൾ വേണം. ആ ആശയങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പറയാനും അത് നടപ്പിലാക്കാനും കഴിവുള്ള ആൾക്കാർ തന്നെയാണ് കമ്മിറ്റിയിൽ വരിക. അങ്ങനെ ഒരു കമ്മിറ്റി ആയിരിക്കും ഉറപ്പായിട്ടും ജനറൽ ബോഡി തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതിലൊരു വനിത നേതൃത്വത്തിൽ വരുന്നതിനോട് എന്താണ് അഭിപ്രായം? അതായത് ഇത്രയും പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ ഹേമ കമ്മിറ്റി പഠിച്ചത്. അതിന്റെ റെക്കമെൻഡേഷൻ ഉറപ്പായിട്ടും അത് സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളിപ്പം അല്ല തീർച്ചയായും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡൻ്റായിട്ട് ശ്വേത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഏത് പൊസിഷനിലേക്കും വരുന്നവർക്ക് വരാം. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ അഭിപ്രായമാണ്, അത് വേറെ ഒരു സംഘടനയുടെ ഒരു അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. നമുക്കെപ്പോഴും ഈ വനിതകൾക്ക് പ്രാധാന്യം എന്ന് പറയുന്നത് ഇക്വാലിറ്റിക്ക് വേണ്ടി ഇക്വാലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ സംവരണം എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ സംവരണം വേണം അങ്ങനെ സംവരണം എന്ന് പറഞ്ഞവരല്ല വനിതകൾ. എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അതാ പറഞ്ഞത്. അത് ഈ ഇപ്പം ജനറൽ സീറ്റായിട്ട് ഇപ്പോൾ ഒരു ജനറൽ കമ്മിറ്റി, നമ്മുടെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു സംവരണം ഉള്ളത് നമുക്കൊരു വനിതാ പ്രാതിനിധ്യം വേണം എന്നുള്ള രീതിയിലുണ്ട്. ബാക്കി എല്ലാം ജനറൽ സീറ്റാണ്. അവിടെ വനിതകൾക്കായാലും അതിനകത്ത് മത്സരിക്കാം, എല്ലാവർക്കും ഈക്വലായിട്ട് മത്സരിക്കാവുന്ന സീറ്റുകളാണ്. അത് തീർച്ചയായിട്ടും നമ്മളുടെ ജനറൽ ബോഡി അത് തെരഞ്ഞെടുക്കേണ്ടത്. ജനറൽ ബോഡി അത് ഞാൻ പറയട്ടെ, ജനറൽ ബോഡിയുടെ തീരുമാനമാണ്. അതൊരു ഇപ്പം ഇൻഡിവിജ്വലി എൻ്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ തീരുമാനമല്ല. നമ്മൾ ജനറൽ ബോഡി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിലാണല്ലോ നമ്മൾ വന്നിരുന്നത്. എല്ലാവരും ഇലക്ഷൻ ഫേസ് ചെയ്ത് തന്നെയാണ് വന്നത്. അതെന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയുടെ ഒരു തീരുമാനമാണ്. ഇവർ മതി എന്ന് അവർ ശ്രീ വിനുമോഹൻ എല്ലാ സീറ്റിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നില്ലല്ലോ. അല്ല, അതാ പറഞ്ഞത്. അത് ആരും അതിൽ നോമിനേഷൻ കൊടുത്തിട്ടില്ല. അതിലേക്ക് ആരും നോമിനേഷൻ സംസാരിച്ച സമയത്ത് നമ്മളതെല്ലാവരും ഈ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു ഒറ്റ തീരുമാനത്തിൽ എല്ലാവരും എത്തിക്കുകയും അത് ജനറൽ ബോഡി പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇപ്പം ലാലേട്ടൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. കാരണം ഇപ്പം ഈ കാര്യങ്ങൾക്കെല്ലാം അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ജനറൽ ബോഡി പറയുകയാണ് നിങ്ങൾ വേണം അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ജനറൽ ബോഡിയെ നമ്മുടെ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മളൊരു കമ്മിറ്റിയിൽ ഇരുന്ന ആളെന്ന നിലയിൽ ജനറൽ ബോഡി തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കണം. അത് കൃത്യമായി ആ ജനറൽ ബോഡിയിലാണ് അതിൻ്റെ തീരുമാനം വരേണ്ടതും. അവർ കൃത്യമായി ഒരാളെ ഉയർത്തിക്കാട്ടിയാൽ അത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക തന്നെ എല്ലാവരും ചെയ്യും. സന്തോഷമുള്ള കാര്യമാണത്. വളരെ നന്ദി ശ്രീ വിനുമോഹൻ പങ്കെടുത്തതിന്, ഒപ്പം ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്. പുതിയ ഒരു സാരഥ്യം വരുമ്പോൾ അതിൽ താങ്കളും ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. അതിനായി താങ്കൾക്ക് എല്ലാ ആശംസകളും.